ഹലോ ഫാമിലി, കുറച്ച് ദിവസമായി എന്നെ കണ്ടിട്ട്, ഞാൻ നിങ്ങളെ കണ്ടിട്ട്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് മനസ്സുകൊണ്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. പാപ്പുവിൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. സോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ വീട്ടിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് കുക്ക് ചെയ്യുക. പക്ഷേ ഇന്ന് ഈ പരിപാടി ഉണ്ടായത് വീട്ടിലല്ലായിരുന്നു. ആലങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓസ്റ്റേസിൻ്റെ വിസ്പറിംഗ് ഗ്രോവ്സ് എന്ന് പറഞ്ഞൊരു ഭംഗിയുള്ള പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് നമുക്ക് കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പരിപാടി നടന്നില്ല. ബട്ട് അതർവൈസ് ഓൾസോ വീട്ടിൽ കുക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യിപ്പിക്കുക. എനിക്കും അത് ഇഷ്ടമാണ്. ബിക്കോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്ന് എൻഡപ്പ് ചെയ്തത്. അപ്പോൾ പാപ്പുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെയും ആയിട്ടുള്ള ഈ പരിപാടിക്ക് ഞാനല്ല ചേച്ചി ഞാനൊക്കെ കൂടെ പ്ലാൻ ചെയ്തത് ഒരു ബാർബിക്യൂ ഈവനിങ് ആണ്. അപ്പം ആദ്യം അവരെ ചേച്ചിയൊക്കെ ഗോകാർട്ടൊക്കെ കളിക്കാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഈ പറയുന്ന ആലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരവിടെ എത്തുമ്പോൾ മുതലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു എൻ്റെ ഏരിയ ഓഫ് വർക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. കുട്ടികളുടെ ഫുഡ് കൊതിയിടാൻ പാടില്ല, പക്ഷേ കൊതിയിട്ടു സാധനം പിടിച്ചു. അപ്പോൾ ലഞ്ചും അതുപോലെ ഈവനിങ്ങിലുള്ള അവരുടെ കുറച്ച് സ്നാക്സും ബാർബിക്യൂനൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് നമ്മൾ ലുലുവിലേക്ക് വന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഡെക്കോർ സാധനങ്ങൾ എടുത്തു. അവിടെ നല്ലൊരു അടിപൊളി ഇവൻറ്റ്സ് ടീമിൻ്റെ സഹായം ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ആ പാർട്ട് മെയിൻ ഡെക്കോർ വാസ് സോർട്ടഡ്. പക്ഷേ പ്ലേറ്റ്സ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു. ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു യമണ്ടൻ പാക്കേജ് നിറച്ചു, വണ്ടി നിറച്ച് സാധനങ്ങളായിരുന്നു, ഫുഡായിരുന്നു. ഇത്രയും സാധനങ്ങളായിരുന്നു, കേക്കും എല്ലാം കൂടിയിട്ട്. സോ പിന്നെ എല്ലാം അങ്ങോട്ട് ഭയങ്കര തിരക്ക് സീൻസ് ആയതിനെ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ചെറിയൊരു വ്യത്യാസം. ഈ വ്യത്യാസം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കാരണം എനിക്ക് ഞാൻ പോയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സ് മാറി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു പൂക്കിയായ പോലെ എനിക്ക് തന്നെ തോന്നി. ആൻഡ് കോയിൻസിഡൻ്റ്ലി ശരിക്കും പറഞ്ഞാൽ പാപ്പുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഡെക്കോർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈറ്റും ബ്ലൂവും ഗോൾഡനും ഒക്കെയാണ്. ആൻഡ് കോയിൻസിഡൻ്റ്ലി യാദൃശ്ചികമായിട്ട് ഈ കളറിൽ തന്നെയുള്ള ഡ്രസ്സും കിട്ടി. ഇത് പ്ലാൻ ചെയ്തതല്ല. അത് ഇട്ടിട്ട് ഞങ്ങൾ ഇന്ന് നടന്നു വരുന്ന സമയത്ത് ഡെക്കോറിൻ്റെ ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഓർത്തത് ഇതാണ് തീം. അപ്പം എന്താ ചെയ്യാൻ, നല്ല മനസ്സുള്ളപ്പോൾ അങ്ങനെ കോയിൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. കൊച്ചു മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല, കോയിൻസിഡൻസ് ശരി ഗൈസ്. അപ്പൊ ഭയങ്കര തിരക്ക്. ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ എത്തിയിട്ട് ഇറക്കി വെക്കുമ്പോൾ ഫുഡെല്ലാം കാണിച്ചു കൊടുക്കുക. ഇപ്പൊ തൽക്കാലത്തേക്ക് കുട്ടന്മാർക്ക് കഴിക്കാൻ പിസ്സ സ്ലൈസസ്. ഈ കുട്ടന്മാർ ഭയങ്കര കഴിപ്പുള്ള കുട്ടന്മാരായതുകൊണ്ട് നമുക്ക് പലതരം രീതികളിൽ നമ്മൾ ടാസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ശരി ഗൈസ്, എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇതെന്തേ അമ്മയൊക്കെ നോക്കുമ്പോഴായിരിക്കും ഒരു സാധനങ്ങളും ഉണ്ടാവാതെ. പിന്നെ കുഴപ്പമില്ല, ഇവിടെ വെള്ളം ഉണ്ട്, അതിനകത്ത് ഇത് ചാടാം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീന്തി ഇക്കര എത്താം, അല്ലാതെ ഒരു വെള്ളം ഉണ്ട്. അപ്പൊ ശരി ഗൈസ്, ഒറ്റ ശ്വാസത്തിൽ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി വീഡിയോ കാണിച്ചു തരാം. ബൈ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സീറ്റ് ബെൽറ്റ് ഇടാത്ത ഓടിക്കുകയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം വാങ്ങാമെന്ന് വെച്ചാൽ. അപ്പോൾ തൊട്ടിപ്പുറത്ത് ബേലി ഒരു 100-200 മീറ്റർ എന്നുള്ള രീതിയിൽ അപ്പുറത്ത് പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവർ വരുമ്പോൾ തന്നെ ലഞ്ചിനായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെയാണ് കൊടുക്കാമെന്ന് വെച്ചു. ബിക്കോസ് അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ സ്നാക്സും അതും ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ലഞ്ചിൻ്റെ ടേബിളിൽ ഫ്രൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ബെഞ്ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, നമ്മളൊക്കെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഓസ്റ്റേസിൻ്റെ ആലങ്ങാടുള്ള വിസ്പറിംഗ് ഗ്രോവ്സ് എന്നാണ് ഈ വീടിൻ്റെ പേര്. സോ ഇവൻസിൻ്റെ ഏഡൻ ഇവൻസ് പറഞ്ഞ ടീമാണ്. അവർ വന്നവർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു വഴിയായി ഗൈസ്, ഒരു വഴിയായി. ഇനി അടുത്ത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിലത്തിരിക്കുന്ന ഒരു തീമിലാണ് ബർത്ത്ഡേ സെറ്റ് ചെയ്തത്. ബിക്കോസ് ടീനേജറും കൂടെ ആവുമല്ലേ, അപ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊരു കുട്ടി DJ പാർട്ടിയൊക്കെ ആയിരുന്നു നമ്മുടെ പരിപാടി. ഇവിടെയാണ് നമ്മുടെ ഇത് നടക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ നമ്മുടെ DJ, പിന്നെ നമ്മളെ യദുമോനുണ്ട് എല്ലാത്തിനും, എന്തിനും ഏതിനും യദോ. പിന്നെ അത് കുമരൻ നമ്മുടെ ടീമിലുള്ളൊരു പയ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ പൂളിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ആൻഡ് ദിസ് ഇസ് ദ ഹൗസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പരിപാടി ആക്ച്വലി ഒരു ഫൺ ടൈം ആയിരുന്നെങ്കിലും നമുക്ക് ഡ്യൂട്ടി വിട്ട് മാറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ അവിടുത്തെ ഭായിമാരെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഈവനിങ്ങിലുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളും അവിടുത്തെ ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് ഞാൻ കടന്നു.
കുട്ടികളായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഹെൽത്തി ഫുഡ് നന്നായിട്ട് കഴിക്കുമായിരുന്നെങ്കിലും നമ്മുടെ ടൈപ്പ് ഹെൽത്തി ഫുഡ് ഇഷ്ടപ്പെടുന്ന പിള്ളേരല്ലേ, അതായത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈവനിങ് കോഴിക്കട്ട എലാഞ്ചിയൊക്കെ പോലെ സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി തരുന്നത് പോലെയല്ല ഇവർക്ക് അതൊന്നും അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ബർത്ത്ഡേ ആണല്ലോ, ഇറ്റ് ബി ഫൺ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇച്ചിരി അൺഹെൽത്തി ഒക്കെ ആയിട്ടാണ് വാങ്ങിച്ചത്. ഓരോന്നോരോന്ന് ഇങ്ങനെ പ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഡിസ്പോസിബിൾസിലോ അല്ലാതെയൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് നിന്നത്. പിന്നെ മൊണാക്കോ വെച്ചിട്ട് വേറെ അടിപൊളി സാധനം ചെയ്യാൻ ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ കേട്ടോ. ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഇറ്റ് കെയിം ഔട്ട് വെരി വെൽ. അപ്പോൾ പൂൾ എന്താ പറയുക, ബാർബിക്യൂ സെഷൻ്റെ കൂടെ അവർക്ക് ഇങ്ങനെ ചുമ്മാ കഴിക്കാനൊക്കെ കുറിക്കാനുള്ള സ്നാക്സാണ് ബേസിക്കലി ഇത്. അത് കുറച്ച് നാച്ചോസ്, കുറച്ച് ഡോണറ്റ്സ്, ബാർബിക്യൂ ഉണ്ട്. പിന്നെ നമ്മൾ മൊണാക്കോ വെച്ചിട്ടൊരു ചെറിയ സാധനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് ഫുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ പോണേ. അപ്പോൾ ഒരു കുഞ്ഞുമേ കിട്ടാൻ കൊതിക്കണം അല്ലേ ഉക്കോ? അതെ 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 ഉക്കോ അങ്ങനെ ഇതായി നമ്മൾ മൊണാക്കോൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് സ്പ്രെഡും കുറച്ച് മയണൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവാള, പച്ചമുളക്. ആക്ച്വലി ഇടാൻ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ഇടുന്നില്ല. സവാള, പച്ചമുളക് ആൻഡ് മല്ലിയില. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സോസ് വയ്ക്കാം. ഓക്കെ, ഒരു കാണാനും ഒക്കെ എസ്തറ്റിക്സ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മൊണാക്കോ കുട്ടന്മാർ. ഇതൊക്കെ വീട്ടിലൊക്കെ വെറുതെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ വെറുതെ തിന്നോളും. ഒരു വൈബ് പരിപാടിയാണ്. ഒരു ജാടയൊക്കെ ഫീൽ ചെയ്യില്ല ഇവിടെ. സോ ഇൻ ഷോർട്ട് ഇതൊക്കെയാണ് നമ്മൾ ഈവനിങ്ങിലെ സ്നാക്സ് ആയിട്ട് അവർക്ക് പൂളിൽ നിന്ന് വരുമ്പം ബാർബിക്യൂൻ്റെ കൂടെ കഴിക്കാൻ സെറ്റ് ചെയ്തത്. നന്നായിട്ട് കഴുകി വെച്ച് നമ്മുടെ മല്ലിക്കുട്ടന്മാരെ ഓരോന്നിനെ മുകളിലേക്ക് ഇങ്ങനെ വെക്കും. അനുസരണയില്ലാത്ത മല്ലിക്കുട്ടന്മാരായതിൻ്റെ കുറച്ച് അവർക്ക് എൻ്റെ കയ്യിലിരിക്കാനാണ് താല്പര്യം. അവർക്ക് എന്നെ വിട്ടു പോകാൻ താല്പര്യമില്ല. അനുസരണയില്ലാത്ത പിള്ളേരാണ്. പാപ്പൻ്റെ കൂട്ടുകാരെ പോലെ തന്നെ ആയിരിക്കില്ലല്ലേ. പക്ഷെ പാവം കുട്ടിയല്ല കേട്ടോ, കുറുമാരൊന്നുമല്ല. കുറുമാരൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ മുമ്പിൽ ആ കുറുമ്പൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പാർട്ടികൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സ്നേഹമുള്ളവർക്ക്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതെ, എൻ്റെ നമ്പർ 2255. പക്ഷേ ഒരുപാട് സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ബൈ. ശരിയെന്നാ പണിയെടുക്കട്ടെ. അതെ, എനിക്കാരും ഇഷ്ടമല്ല. കണ്ണട തലയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കുക്ക് ചെയ്യാൻ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ തലയിലേക്ക് കണ്ണട വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടെടുത്ത് വെക്കാൻ കൈ അവിടെ ഇവിടെയും തൊടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് വെക്കാൻ പോയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഒക്കെ. ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞ എസ്തറ്റിക് ലാസ്റ്റ് ടച്ച് ഇതുവരെ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ മിക്കവാറും നശിപ്പിക്കും. ഇപ്പൊ തന്നെ കഴിക്കണം. ആ ശരിയാ, ക്രിസ്പ് വേണമായിരുന്നു. ാണെന്നവർക്ക് മനസ്സിലാവും. ടോപ്പിയിൽ എന്തുകൊണ്ട് വെറൈറ്റി സാധനം വരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പൊക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. വൈകിട്ട് 100 വെച്ച് കൂടുതൽ തരണേ ഓരോ. അപ്പോൾ ഈ മൊണാക്കോൻ്റെ ക്രിസ്പ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കും ബിൻചേച്ചിയും കൊണ്ട് അവർക്ക് പൂളിൽ വെച്ച് തന്നെ അവരൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ആൻഡ് ദിസ് ഇസ് ആ ടേബിൾ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, പക്ഷേ ബാർബിക്യൂ ആയിരുന്നു നമ്മുടെ മെയിൻ ഫോക്കസ്. അതിൻ്റെ കൂടെ വേറെ ഡെസേർട്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ചെറിയൊരു പരിപാടി ചെയ്തു. ആൻഡ് ഇതാണ് നമ്മുടെ ടോട്ടൽ ഒരു ഫൈനൽ ലുക്ക്. ആൻഡ് മൊണാക്കോ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ബിൻചേച്ചിനെ വിളിക്കാം. Monaco toppings is yummy.
അത് കേട്ടപ്പോൾ എനിക്കൊരു സംതൃപ്തിയായി. ഞാൻ പിള്ളേർക്ക് കൊടുക്കാനുള്ള ധൈര്യം കുറച്ചുകൂടെ കൂടി, ഒരു റൗണ്ടും കൂടെ ഉണ്ടാക്കി. ആൻഡ് ആക്ച്വലി ഇപ്പോൾ ഈ കണ്ടതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു മൊണാക്കോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൊണാക്കോ സാൻഡ്വിച്ച് ആയിട്ട് കൊടുക്കാം. മൊണാക്കോ, ക്രാക്ക് ജാക്ക് ഒക്കെ പോലത്തെ ഏതെങ്കിലും സോൾട്ടി ബിസ്ക്കറ്റ്സിൻ്റെ മുകളിൽ ചെയ്യാം. ആൻഡ് അതിൻ്റെ മുകളിൽ മയോ അല്ലെങ്കിൽ ചീസ് ബ്രെഡ്, കുറച്ച് എന്താണ് സവാള, മല്ലിയില, സോസ്, എത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. എന്റെ വീട്ടിൽ കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ പാപ്പൻ ചോദിച്ചാൽ പാപ്പൻ എന്ന് പറയും, പാപ്പ ഇങ്ങനെ തന്നെ പറയും. ഇതൊക്കെ ഇവരെയൊക്കെ കണ്ടു പഠിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഭയങ്കരമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പറയും അല്ലേ. അതെ, അപ്പോൾ മൊണാക്കോടെ 1 ഹിറ്റായിരുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം. എല്ലാവരും ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ആൻഡ് പൂളിലെ പിള്ളേരുടെ പരിപാടികളൊക്കെ കുളി ആൻഡ് പൂളിലെ ബോളൊക്കെ വെച്ചിട്ടുള്ള കളികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കുക്കുവാണ് കേട്ടോ. നമ്മുടെ സെക്രട്ടറി, ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി കുക്കുവാണ്. പിന്നെ അത് യദു DJ മ്യൂസിക് പരിപാടികളുടെ ഹെഡ് ചെയ്തിരുന്നത് യദുവാണ്. ഇവൻറ്റ്സിനും അവനാണ് ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഇത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ ദേ ഹെൽപ്പ് വിത്ത് ബാബിക്യൂ തിങ് ആൻഡ് ഓൾ. നമ്മൾ ബാബിക്യൂ ലുലുന്നാണ് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. സോ ദാറ്റ് ഇസ് ദ പരിപാടി. ഹീനാണ് നമ്മുടെ DJ ഫോർ ദ ഈവനിങ്. ഓൾമോസ്റ്റ് സെറ്റപ്പൊക്കെ സെറ്റായി. അവറ്റകളൊക്കെ ഡ്രസ്സൊക്കെ മാറാനൊക്കെ പോയി. സോ യെസ്, എൻ്റെ പേരൻസ് നമ്മുടെ വീട്ടിലെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള, എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരു ടൈപ്പ് ഓഫ് സെറ്റിംഗ് അപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീം തന്നെ, സത്യം പറഞ്ഞാൽ ഞാനാണ് എല്ലാവരെയും മൂച്ച് കയറ്റി ഈ തീമിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇത് നല്ല രസമായിട്ട് വന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവനിങ് ആയപ്പോൾ അവിടുത്തെ വൈബും ഭയങ്കര രസമായിരുന്നു. കാരണം ഒരു സൈഡിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്താണ് പൂള്. ആൻഡ് ദെൻ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. ആൻഡ് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. പിള്ളേരാണെങ്കിലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാനാണെങ്കിലും നല്ല ഓടിക്കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്, പൂളുണ്ട്. ഇറ്റ് വാസ് എ വെൽ മെയിൻറ്റെയിൻ പ്രോപ്പർട്ടി. സ്റ്റാഫ്സ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ DJ പരിപാടിയിലേക്ക് കടന്നു. പിള്ളേരൊക്കെ കൂടെ അമ്മാമ്മേനെ വിളിച്ച് ഡാൻസ് ഫ്ലോറിലേക്ക് കയറ്റി. എൻ്റെ അമ്മ അവരുടെയൊക്കെ കൂടെ ചില്ല് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. അവർക്ക് ഈ നിയോൺ എന്താ പറയുക, ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, നിയോൺ ചെയിനോ നിയോൺ ബ്രേസ്ലെറ്റോ ഒക്കെ വാങ്ങിച്ച് എല്ലാവരും അതൊക്കെ ഇട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് എൻജോയ് ചെയ്യുന്നൊരു വിഷ്വലാണ് ഈ കാണുന്നത്. ലക്കിലി എല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടന്നു. Come together for the cake cutting of Eva, our one and only diva. So let's all wish her a very happy birthday. So let's start the happy birthday regular thing. Yeah. 1, 2, 3, 4. സോ വിത്ത് ദാറ്റ് ഞങ്ങളുടെ പ്രിൻസസ്സായ പാപ്പുമോളുടെ 13ാമത്തെ ബർത്ത്ഡേ, അതായത് അവളൊരു ടീനേജർ ആവുന്നതിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻസ് വൈൻഡപ്പ് ചെയ്യാണ്. രാവിലെ ചേച്ചിയൊക്കെ കൊണ്ട് പിള്ളേരെ ഗോകാർട്ടിനൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു സെലിബ്രേഷൻ. പിന്നെ നമ്മളെ വീട്ടിലത്തെ പരിപാടിയിൽ ഞങ്ങളൊക്കെയാണ് കേക്ക് കട്ടിങ്ങിനൊക്കെ നിന്നത്. അതുകൊണ്ട് ഈ പരിപാടി ഫുള്ള് പാപ്പുവിനെ ഹാപ്പിയാക്കാൻ വേണ്ടി പാപ്പുവിൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് തന്നെ കേക്ക് കട്ടിങ്ങും എല്ലാം ചെയ്തിരുന്നു. കേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നത് ക്രീമി പൈ ബൈ ആര്യ എന്ന് പറയുന്ന നല്ലൊരു ബേക്കറാണ്. നമ്മളവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈമൊന്നും അല്ല ഓർഡർ ചെയ്യുന്നത്, പിന്നെയും വാങ്ങാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അടിപൊളി പീസ്ഫുൾ ആൻഡ് ഹാപ്പി പരിപാടിയായിരുന്നു. നമ്മുടെ കാലത്ത് കുട്ടികളെക്കാളൊക്കെ ഇവർ ഭയങ്കര സ്വീറ്റായിട്ടുള്ള പിള്ളേരാട്ടോ. ഇവർ ഭയങ്കര കുറുമ്പം ക്യൂട്ട് പട്ടൂട്ടീസാണ് എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലേറ്റായി, കാരണം പിള്ളേരെയൊക്കെ ഡ്രോപ്പ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊന്നും മാറില്ല, ജസ്റ്റ് മുഖമൊക്കെ കഴുകിന്ന് ഫ്രഷായി അങ്ങനെ കിടന്ന് ഉറങ്ങി എണീറ്റു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ടു യു, ആമി.